പാലക്കാട് പല്ലശ്ശേനയിൽ ഓണത്തല്ല് നടന്നു. തല്ലുമന്തത്തു നടന്ന ചടങ്ങിൽ ഒരു കുടി ഏഴുകുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത്. പല്ലശ്ശേനക്കാർ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരമാണ് ഓണത്തല്ല്. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരം തിരുവോണ നാളിൽ ഇന്നും മുറതെറ്റാതെ ആചരിക്കുകയാണ് പാലക്കാട് പല്ലശ്ശേനയിൽ. ഈ തിരുവോണ നാളിൽ ഓണത്തല്ലാണ് ഇപ്പോൾ പല്ലശ്ശേനയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തല്ല് മന്നത്തിലാണ് ഇപ്പോൾ ഓണത്തല്ല് പുരോഗമിക്കുന്നത്. ഒരു കുടി ഏഴുകുടി ദേശങ്ങളിൽ നിന്നുള്ള ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണിപ്പോൾ ഇന്ന് തല്ലിന് ഇറങ്ങിയിരിക്കുന്നത്. രണ്ട് തല്ലുകാർ മുഖത്തോട് മുഖം നോക്കി നിന്ന് ഒരാൾ പുറകിൽ ആഞ്ഞടിക്കുന്നതാണ് രീതി. ഈ തല്ല് പങ്കെടുത്ത അവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പുറത്തെ ചോര കെട്ടുന്ന തരത്തിലുള്ള തല്ല് ഇവിടെയൊക്കെ നടന്ന് ഇവരൊക്കെ ഇപ്പോൾ അതിൻ്റെ ഭാഗവാക്കായി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ഈ ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇതിൻ്റെ പിന്നിലുള്ളൊരു വിശ്വാസം എന്താണ്? ഇതിൻ്റെ ഒരു ചരിത്രം എന്താണ്? ഇത് ചരിത്രം പറഞ്ഞാൽ പടയോട്ടത്തിൻ്റെ ഒരു ചടങ്ങാണ്. പടയോട്ടത്തിൻ്റെ ഒരു ചടങ്ങാണത്. അതിൻ്റെ ഐതിഹ്യമായി വർഷം തോറും നടത്തി വരുന്ന ചടങ്ങാണ് അത്. ഇവിടെ ഒരു കുടി ഏഴുകുടിക്കാർ തമ്മിലാണ് തല്ലുമെന്നൽ തല്ല്. അവിടെ വടക്കത്തറി വേട്ടക്കരമിൻ്റെ അവിടെ നടക്കുന്നത് ആയമാറ്റാരുടെ തല്ലാണ്. ഇത് പലജാതിക്കാരുടെ തല്ലാണ്. അതാണ് ഈ തല്ലിനിറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഞങ്ങൾ പാരമ്പര്യമായിട്ട് വരുന്ന തല്ലിന് തന്നെ ആയിട്ടുള്ള തല്ല് നടക്കുന്ന സ്ഥലമാണ്. തല്ലുമെന്നാണ് സ്ഥലപ്പേര്. പണ്ട് പൂർവ്വമാരായിട്ട് നടത്തിക്കൊണ്ടുവന്ന പരിപാടിയാണ്. അതിപ്പോഴും മുടങ്ങാണ്ട് നടത്തിക്കൊണ്ട് പോകണം. അതന്നെ ഐതിഹ്യം. അതുതന്നെയാണ് പൂർവികമായിട്ട് കാലങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ടുള്ള ചടങ്ങാണ്. ആ ചടങ്ങ് ഇത്തവണയും മുറതെറ്റാതെ ഇങ്ങനെ ആചരിക്കുകയാണ് ഇവർ എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഈ തല്ല് കാണുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ചടങ്ങ് എപ്പോഴും കാണാൻ വരാറുണ്ടോ? വർഷം വരാറുണ്ട്. ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ പ്രധാനപ്പെട്ടാണ്. തല്ല് കാണാൻ എപ്പോഴും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. ഞങ്ങളുടെ വീട് പടിയാണ് ഇതാ. അപ്പൊ സാധാ ഡെയിലി കണ്ടുകൊണ്ടിരിക്കും. പല്ലശ്ശേനക്കാർക്ക് ഓണം പറഞ്ഞ ഓണത്തല്ലാണ്. ഓണത്തല്ല് ഞങ്ങളുടെ തല്ലാണ്. ഞങ്ങളുടെ മക്കളെ തല്ലാണ്. ഓണത്തല്ല് ഞങ്ങളെ പല്ലശ്ശേന മാത്രമേ ഉള്ളൂ ഈ തല്ല്. എവിടെയും ഇല്ല. പല്ലശ്ശേന പാലക്കാട് ആയാലും പല്ലശ്ശേന ഉണ്ടല്ലോ. അതാണ്. ഏതായാലും ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിനൊക്കെ വേണ്ടി ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് ഈ പല്ലശ്ശേന നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ യുദ്ധത്തിൽ അയൽ നാട്ടുരാജാവായ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊന്നു. അതിനെതിരെ നാട്ടുകാർ മുഴക്കിയ പോർവിളിയാണ് ഈ ഓണത്തല്ല് എന്നാണ് കണക്കാക്കുന്നത്. അടുത്ത ദിവസം, അതായത് നാളെ അവിട്ട ദിവസം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നായർ സമുദായത്തിലെ ആളുകളും തല്ലിനിറങ്ങും. അതിനെ അവിട്ടത്തല്ല് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏതായാലും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ രാജാവിനെ ചതിച്ചു കൊന്നതാണ്, അതല്ലെങ്കിൽ രാജാവിൻ്റെ ഭാര്യയെ കൊന്നതാണ്. അങ്ങനെ രണ്ട് തരത്തിൽ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഈ ആചാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരമാണ്. അതാണ് ഇത്തവണയും മുറതെറ്റാതെ ഈ തിരുവോണ നാളിൽ ആചരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മറ്റിടത്തൊക്കെ തിരുവോണ നാളിൽ തിരുവോണ സദ്യയാണ് ഉണ്ണാറെങ്കിൽ ഇന്നിവിടെയുള്ള ആളുകൾ നോൺ വെജ് വിഭവങ്ങളടക്കം കൊലച്ചോറുണ്ടുകൊണ്ട് കച്ച കെട്ടിയാണ് ഈ തല്ലിന് ഇറങ്ങുക. അങ്ങനെ നടത്തുന്ന ചടങ്ങാണ്. ഏതായാലും ആ ചടങ്ങ് വലിയ ആവേശത്തോടു കൂടെയാണ് ഇത്തവണയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് അത് കാണുന്നതിനും ഈ ചടങ്ങ് കാണുന്നതിന് വേണ്ടിയും ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.